ഹലോ ഡിയേഴ്സ്, റേഡിയൻസിന്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേരള PSC ഉടനെ വിളിക്കാൻ പോകുന്ന, ഈ വർഷം തന്നെ വിളിക്കാൻ പോകുന്ന പുതിയൊരു എക്സാമിനെ കുറിച്ചാണ്. ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി ആ പോസ്റ്റ് ഈ വർഷം വീണ്ടും വിളിക്കാൻ പോവാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട എല്ലാ കാര്യങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ടൊരു വീഡിയോ ആണിത്. എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് A to Z കാര്യങ്ങൾ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. എലിജിബിലിറ്റി, സിലബസ് അനാലിസിസ്, അതുപോലെ തന്നെ പ്രീവിയസ് കട്ട് ഓഫും പ്രീവിയസ് റാങ്ക് ലിസ്റ്റിന്റെ ഡീറ്റെയിൽസും എല്ലാം നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ എന്താ ഈ ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി എന്ന് വെച്ചാൽ നമ്മുടെ അളവ് തൂക്ക ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ, അളവ് തൂക്കവും മായം കലർത്തുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പോസ്റ്റാണ് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി എന്ന് പറയുന്നത്. വിവിധ അളവ് തൂക്കവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും പെട്രോൾ പമ്പുകളിലും അങ്ങനെയുള്ള എല്ലായിടത്തും റെയ്ഡ് നടത്തുന്നതും അളവ് തൂക്കവുമായിട്ട് മായം കലർത്തുന്നതും അല്ലാതെ കൃത്രിമം കാണിക്കുന്നതും എല്ലാം പിടിക്കുന്ന ഓഫീസറാണ് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞാലോ. അപ്പോൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി എന്ന് പറയുന്നത് ഒരു യൂണിഫോം പോസ്റ്റ് ആണ്. അതുപോലെ തന്നെ യൂണിഫോം പോസ്റ്റുള്ള ബാക്കിയുള്ള പോലീസ് ആണെങ്കിലും ഫോറസ്റ്റ് ആണെങ്കിലും അതുപോലെയുള്ള യൂണിഫോം പോസ്റ്റുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ അവിടെ ഫിസിക്കൽ ട്രെയിനിങ് ഉണ്ട് അല്ലേ. പക്ഷെ ഇവിടെ ഫിസിക്കൽ ട്രെയിനിങ് ഇല്ല എന്നുള്ളതാണ് വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫിസിക്കൽ ട്രെയിനിങ് ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഒരു SI റാങ്കോ അതിന് മുകളിലോ ഉള്ള ഒരു യൂണിഫോം പോസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് ഇങ്ങനെയാണ്: 43,400, 91,200. ഇതാണ് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവരും ആദ്യം ചോദിക്കുന്നത് എന്തായിരിക്കും, എന്തായിരുന്നു ലാസ്റ്റ് കട്ട് ഓഫ് എന്നല്ലേ. ഇപ്പൊ പ്രീവിയസ് കട്ട് ഓഫ് ഇത്ര മാത്രമേ ഉള്ളൂ, 43.33 ആണ്. എനിക്കിതിൽ പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാമോ, നമ്മൾ ഈ ജനറൽ PSC എക്സാംസ് ഉണ്ടല്ലോ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും അതുപോലെയുള്ള ജനറൽ PSC എക്സാംസ് എന്തുമാത്രം കഷ്ടപ്പെട്ടാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിലോട്ട് വരാൻ പറ്റുന്നത്, എത്ര മാത്രമാണ് അതിന്റെ കട്ട് ഓഫ് വരുന്നത് അല്ലേ. പക്ഷെ ഇവിടെയാണെങ്കിൽ അത്രയൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു 6 മാസം ഇതിന്റെ പുറകിലിരിക്കുകയാണെങ്കിൽ ഷുവർ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു എക്സാം ആണ്. ഇപ്പൊ 43.33 മാത്രമാണ് ഇതിന്റെ കട്ട് ഓഫ് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ സിലബസും പ്രീവിയസ് എന്താ പറയാ ക്വസ്റ്റ്യൻ പേപ്പറും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മുന്നോട്ട് പറയാം. അപ്പോൾ ലാസ്റ്റ് എക്സാം നടന്ന എപ്പോഴാണെന്ന് അറിയാമോ, ഒത്തിരി കാലങ്ങൾക്ക് മുന്നേ ഒന്നുമല്ല, 2023 ജൂണിലാണ് നടന്നിട്ടുള്ളത്. അപ്പോഴും നടന്നിട്ടുള്ള എക്സാമിന്റെ കട്ട് ഓഫ് ആണ് ഇത് കേട്ടോ. ഒത്തിരി കാലങ്ങൾക്ക് മുന്നേ നടന്ന എക്സാം അല്ല ഇത്. അപ്പോൾ 2023 ജൂണിൽ നടന്ന എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത് 2024 ഏപ്രിലാണ്. എന്ന് വെച്ചാൽ നിലവിലും റാങ്ക് ലിസ്റ്റ് ഉണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. റാങ്ക് ലിസ്റ്റിന്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 3 വർഷമാണ്. അപ്പൊ എപ്പോഴായിരിക്കും റാങ്ക് ലിസ്റ്റ് തീരുക? 2027 ഏപ്രിൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കില്ല എന്തിനാ ഇപ്പൊ എക്സാം വിളിക്കുന്നത്, എക്സാം വിളിക്കാൻ സമയമായിട്ടുണ്ട്. ഈ വർഷം ലാസ്റ്റോടെ ആയിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത്. അടുത്ത വർഷം 2026 പകുതിയിൽ ആയിരിക്കും എക്സാം വരിക. ഇനി എക്സാം നടന്ന് അതിന്റെ റിസൾട്ട് വന്ന് പിന്നെന്താണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേക്കും നിലവിലെ ലിസ്റ്റ് തീരാൻ സമയമായിട്ടുണ്ടാവും. അതിന് കണക്കാക്കിയാണ് PSC ഇപ്പോഴേ അത് തന്നെ വിളിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അടുത്ത് നമ്മൾ നോക്കുന്നതിന്റെ എലിജിബിലിറ്റി ആണ്. ഒരു എക്സാം വിളിക്കുമ്പോഴത്തേക്ക് എല്ലാവരും വിചാരിക്കുന്നത് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നല്ലേ ചിന്തിക്കുന്നത്, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അതല്ലേ എല്ലാവരുടെയും ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം അതിന്റെ എലിജിബിലിറ്റി എന്താണെന്ന്. അപ്പൊ എലിജിബിലിറ്റി ഇത്രയേ ഉള്ളൂ: ഗ്രാജുവേഷൻ ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് വൺ ഓഫ് ദി സബ്ജക്ട്സ് ആണ്. എന്ന് വെച്ചാൽ BSc ഫിസിക്സുകാർക്ക് മാത്രമല്ല അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, കെമിസ്ട്രിക്കാർക്കും മാത്സുകാർക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഫിസിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരുന്നാൽ മാത്രം മതി, അതാണ് കണ്ടീഷൻ. രണ്ടാമത് ഏറ്റവും കൂടുതൽ പേര് നോക്കുന്നത് ബിടെക്കുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് ബിടെക്കുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? ബിടെക്കുകാർ ഫിസിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ബിടെക്കുകാർക്ക് ഇത് എഴുതാൻ പറ്റും. ഓക്കെ അല്ലെ. ഒത്തിരി ബിടെക്കുകാർ വെയിറ്റ് ചെയ്യുന്നതാണ് ഇങ്ങനെ ഒരു എക്സാമിന് വേണ്ടി. സോ ബിടെക്കുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്ത ക്വാളിഫിക്കേഷൻ ഇതാണ്: ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് വിത്ത് 3 years പ്രൊഫഷണൽ എക്സ്പീരിയൻസ്. പ്രൊഫഷണൽ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ലീഗൽ മെട്രോളജിയുടെ ഫീൽഡിലാണ്. 3 years പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ള എഞ്ചിനീയറിംഗ് ഡിപ്ലോമക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് അസ് യൂഷ്വൽ ഏതൊരു PSC എക്സാമിനെയും പോലെ ഇതിന്റെ ഏജ് ലിമിറ്റ് എത്രയാ? 18 to 36 ആണ്. പിന്നെ കാറ്റഗറി ബേസ്ഡ് ആയിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. അപ്പൊ ഇത്രയാണ് ഇതിന്റെ എലിജിബിലിറ്റി ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അടുത്ത് നമുക്ക് ഇതിന്റെ പ്രീവിയസ് സിലബസും അതുപോലെ റാങ്ക് ലിസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോട്ട്സ് നോക്കിയാലോ. അപ്പൊ സിലബസ് നമുക്ക് ആദ്യം നോക്കാം. ഇതാണ് അതിന്റെ സിലബസ് കേട്ടോ. അപ്പൊ സിലബസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 100 മാർക്കിനാണ് എക്സാം.
അതിൽ വളരെ കൃത്യമായിട്ടുള്ള സിലബസ് ആണ് ഇത് തന്നിട്ടുള്ളത്. വളരെ വളരെ കൃത്യമായിട്ടാണ്, ആക്യുറേറ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. ഓരോ സെക്ഷനും ഓരോ ടോപ്പിക്കിൽ നിന്നും എത്ര മാർക്കിന് ക്വസ്റ്റ്യൻ വരുമെന്ന് വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പാർട്ട് എ കൺസിസ്റ്റ് ചെയ്യുന്നത് ബേസിക് ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റംസ് ആണ്. അതിൽ നിന്ന് എത്ര മാർക്കിനാണ് വരുന്നത്? മൊത്തം 10 മാർക്കിനാണ് വരുന്നത്. അതിൽ 4 സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ സെക്ഷനിൽ നിന്നും എത്ര മാർക്ക് വീതം വരും എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഓരോ സെക്ഷനും സ്കിപ്പ് ചെയ്യുവാണെങ്കിൽ ഇതിന് എത്ര മാർക്ക് നമുക്ക് നഷ്ടപ്പെടും എന്ന് നമുക്കറിയാം. ഒരു കാര്യം ആലോചിക്കണേ, 43 മാർക്കായിരുന്നു, 43 പോയിന്റ് സംതിങ് ആയിരുന്നു കഴിഞ്ഞ കട്ട് ഓഫ് കേട്ടോ, അത് മറക്കല്ലേ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട്, നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറുടെ മാർക്കും അങ്ങനെ അതെല്ലാം കിട്ടി എത്രയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊന്ന് സിലബസ് നോക്കാം. ഓക്കെ അല്ലേ? ഇപ്പൊ ബേസിക് ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റത്തിന് എത്ര മാർക്കാ? 10 മാർക്കാണ്. അതിന്റെ കാറ്റഗറി ബേസ്ഡ് ആയിട്ടുള്ള മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത പാർട്ട് ബി എന്ന് പറയുന്നത് ബേസിക് കമ്പ്യൂട്ടർ ആണ്. ബേസിക് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ബേസിക് തന്നെയാണ്, ഒത്തിരി അഡ്വാൻസ് ലെവലിലോട്ടോ ഒന്നും പോകുന്നില്ല കേട്ടോ. അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെന്താണ് അതിന്റെ IT പോളിസിയും ലോയും അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. നോക്കിയേ, അതിൽ നിന്ന് എത്ര മാർക്കിനാ ക്വസ്റ്റ്യൻ വരുന്നത്? 10 മാർക്കിനായിരിക്കും ബേസിക് കമ്പ്യൂട്ടറിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത്. അതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് ആണ് ഈ കാണുന്നത്. ഓക്കെ അല്ലേ? അടുത്ത് നെക്സ്റ്റ് വരുന്നത് ഈ കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെ 5 മാർക്കിന് എന്ന് പറയുന്നത് ഈ ബേസിക്സ് ആയിട്ടുള്ള എന്താണ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, എത്തിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് എന്നാണ് 5 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, MS ഓഫീസ് ആൻഡ് ഇന്റർനെറ്റ്, അതിൽ നിന്ന് 5 മാർക്കിനാണ് വരുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? കെമിസ്ട്രി ആണ്. കെമിസ്ട്രിന്ന് എത്ര മാർക്കിനാണ് വരുന്നത്? ടോട്ടൽ 30 മാർക്കിന് കെമിസ്ട്രി എന്നാണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ പാർട്ട് ബി കെമിസ്ട്രി. കെമിസ്ട്രിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത്. ഹയർ സെക്കൻഡറി ലെവലിലെ കാര്യങ്ങളാണുള്ളത്. ഹയർ സെക്കൻഡറി ലെവലിലെ കാര്യങ്ങൾ അറിയാവുന്നവർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അതിൽ നിന്ന് 3 മാർക്ക്, സൊല്യൂഷനിൽ നിന്ന് 3 മാർക്ക്, ഇലക്ട്രോ കെമിസ്ട്രി 2 മാർക്ക്, അനലിറ്റിക്കൽ പ്രിൻസിപ്പിൾ 3 മാർക്ക്, പോളിമേഴ്സ് 3 മാർക്ക്, കെമിസ്ട്രി എവരിഡേ 3 മാർക്ക്, അങ്ങനെ 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 നിങ്ങൾക്കൂടെ കാണാൻ പറ്റും ഓരോ ടോപ്പിക്കിൽ നിന്നും എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ളത്. ഓക്കെ അല്ലേ? ആൻഡ് ദെൻ അടുത്തത് ഫിസിക്സ് ആണ്. ഫിസിക്സിൽ നിന്നും ഇതുപോലെ തന്നെ കെമിസ്ട്രി പോലെ, കെമിസ്ട്രിക്ക് എത്ര പ്രയോറിറ്റി ആണുള്ളത് അതേ പ്രയോറിറ്റിയാണ് ഫിസിക്സിനും കൊടുക്കുന്നത്. ഫിസിക്സിൽ നിന്ന് മൊത്തം എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? 30 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം അതിൽ നിന്ന് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് നമുക്കറിയാലോ, +1 തുടങ്ങുന്നത് തന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർ. ഇതൊരു ഹയർ സെക്കൻഡറി ബേസ്ഡ് ആയിട്ടുള്ള സിലബസ് കേട്ടോ. മോസ്റ്റ് ഓഫ് ദി ടോപ്പിക്സും ഹയർ സെക്കൻഡറി ബേസ്ഡ് തന്നെയാണ്. എന്താ പറയാ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിന് 2 മാർക്ക്. അതുപോലെ മെക്കാനിക്സ് എന്ന് വെച്ചാൽ അത്യാവശ്യം വലിയൊരു ടോപ്പിക്കാണ്. നമ്മുടെ എന്താ പറയാ, യൂണിറ്റ്സ് ആൻഡ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ മുതൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ വരെ, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ വരെ നീണ്ടെടുക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതിൽ 4 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെന്താണ്? മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സും ഫ്ലൂയിഡ്സിനും അതിൽ നിന്ന് 3 മാർക്കിന് ഉണ്ടാവും. പിന്നെ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിൽ നിന്ന് 3 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ നമ്മുടെ ഒപ്റ്റിക്സ്, ഫിസിക്സ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലിടുന്ന ഒപ്റ്റിക്സും ഇലക്ട്രോണിക്സും പിന്നെന്താണ് കറണ്ട് ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഒപ്റ്റിക്സിൽ നിന്ന് 5 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്നും കറണ്ടിൽ നിന്നും കൂടെ 3 മാർക്ക്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓരോ സെക്ഷനിൽ നിന്നുള്ള മാർക്കിന്റെ ഡിവിഷൻ വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ സിലബസ്. അപ്പൊ സിലബസിനെ കുറിച്ച് ഇനി തീർന്നില്ല കേട്ടോ. ഇനി അടുത്ത് ഇതിനകത്ത് മാത്തമാറ്റിക്സ് കൂടെ വരും. അത് കെമിസ്ട്രി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞ വർഷം അവരിറക്കിയ ഒഫീഷ്യൽ സിലബസ് ആണ് കേട്ടോ. കാരണം ഇപ്പൊ നമ്മൾ ഇതുവരെ കണ്ടത് എത്ര മാർക്കായി? ആദ്യം വന്ന ഇലക്ട്രോണിക് സിസ്റ്റത്തിൽ നിന്ന് 10 മാർക്ക്, കമ്പ്യൂട്ടറിൽ നിന്ന് 10 മാർക്ക്, കെമിസ്ട്രിയിൽ നിന്നും ഫിസിക്സിൽ നിന്നും കൂടെ 60 മാർക്ക്, അങ്ങനെ 80 മാർക്കായിട്ടേ ഉള്ളൂ. ഇനി അടുത്ത എത്ര മാർക്ക് കൂടെ ഉണ്ട്? 20 മാർക്ക് കൂടെ ഉണ്ട്. അത് എവിടെ നിന്നാണ് വരുന്നത്? മാത്തമാറ്റിക്സിൽ നിന്നാണ്. ഓക്കെ അല്ലേ? അപ്പോൾ മാത്തമാറ്റിക്സിൽ നിന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത്. നമ്മളെ ഈ ജനറൽ PSC എക്സാമിന് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ ഹയർ സെക്കൻഡറി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഓരോ സെക്ഷനിൽ നിന്ന്, മാത്സിലെ ഓരോ സെക്ഷനിൽ നിന്ന് എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ സിലബസ് അനാലിസിസ് എന്ന് പറയുന്നത്. സിലബസിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ തന്നെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ, നമ്മളെല്ലാവരും BTech-ഉം BSc ഫിസിക്സ് ഓർ കെമിസ്ട്രി ഓർ മാത്സ് എല്ലാം കഴിഞ്ഞവരല്ലേ. നമുക്കൊരു 6 മാസം ഇതിന്റെ പുറകിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം അത് മാർക്ക് എത്രയായിരുന്നു? 43.33 ആയിരുന്നു കട്ട് ഓഫ്. ഇപ്പൊ 43.33 കിട്ടിക്കഴിഞ്ഞാൽ ജോലി കിട്ടുമോ? ഇല്ല.
അല്പം കൂടെ കൂടുതൽ വേണ്ടി വരും. കാരണം ഇത് കട്ട് ഓഫ് മാർക്ക് അല്ലേ, കട്ട് ഓഫ് കിടക്കുന്ന എല്ലാവർക്കും ജോലി കിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നമുക്ക് കഴിഞ്ഞ തവണ എക്സാം നടന്നപ്പോൾ ഫസ്റ്റ് റാങ്ക് ഹോൾഡറിന്റെ മാർക്ക് എത്രയാണ്, ബാക്കി ഇതുവരെ എത്ര പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് എത്ര എത്ര മാർക്ക് വരെ കിട്ടിയാൽ നമുക്ക് സാധ്യതയുണ്ട്, അങ്ങനെയുള്ള ചാൻസസിനെ കുറിച്ച് നോക്കാം. നോക്കിയേ, ഇതാണ് കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഫസ്റ്റ് റാങ്കുകാരന്റെ മാർക്ക് എത്രയാ, 55 മാർക്കാണ് എഴുതി മേടിച്ചത്. അപ്പോൾ ആൾക്ക് ടോട്ടൽ കിട്ടിയ മാർക്ക് എന്ന് പറയുമ്പോൾ 74.6 ആണ്. അതിൽ എന്താണ് 13 മാർക്ക് ഇന്റർവ്യൂവിന് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ വെയിറ്റേജ് മാർക്കായിട്ട് 6.6 കൂടെ കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്കറിയാലോ, സ്പോർട്സും അങ്ങനെയുള്ള കാര്യങ്ങളുള്ളവർക്ക് വെയിറ്റേജ് മാർക്കുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ 55 കിട്ടിയ ആൾ ഫസ്റ്റ് റാങ്കിലോട്ട് വന്നിട്ടുള്ളത്. 6.6 മാർക്ക് അഡീഷണൽ കിട്ടിയതുകൊണ്ടാണ്. അങ്ങനെ അല്ലാതെ എക്സാം എഴുതി എക്സാമിന്റെ മാത്രമായിട്ടുള്ള മാർക്കിൽ ടോപ്പ് വന്നിട്ടുള്ള ആൾ ആരാ, സെക്കൻഡ് റാങ്കുകാരനാണ്, 61.33. എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഞാനിപ്പോ കാണിച്ച സിലബസിൽ നിന്നും കഴിഞ്ഞ തവണ എക്സാം നടക്കുമ്പോൾ ഒന്നാം റാങ്ക് കിട്ടിയിട്ടുള്ള ആളിന്റെ മാർക്ക് എന്ന് പറയുമ്പോൾ 61.33 മാർക്കാണ്. ഓക്കെ അല്ലേ? ആളിന്റെ ഇന്റർവ്യൂ കൂടെ ചേർത്തിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് 73.33 ആണ്. ഓക്കെ. അപ്പോ ഇന്റർവ്യൂ ഉണ്ട് കേട്ടോ. ഇന്റർവ്യൂ ഉള്ള കാര്യം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. ഇന്റർവ്യൂ എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് 20 മാർക്കിനായിരിക്കും ഇന്റർവ്യൂ നടക്കുക കേട്ടോ. 20 മാർക്കിന് ഒരു ഓൺ ആൻ ആവറേജ് ടോപ്പ് റാങ്കേഴ്സിന്റെ മാർക്കൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 12, അതുപോലെ 13 ഒക്കെയാണ്. പിന്നെ ഒരു 10 വന്നിട്ടുണ്ട്. സോ ഒരു ഓൺ ആൻ ആവറേജ് മാർക്ക് കിട്ടുന്നുണ്ട്. തീരെ കൂടുന്നുമില്ല, തീരെ കുറയുന്നുമില്ല, അത്തരത്തിലൊരു മാർക്ക് കിട്ടുന്നുണ്ട്. ഇനി എത്ര പേർക്കായി ഈ ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് നിലവിൽ പോയിട്ടുള്ളതെന്ന് അറിയണ്ടേ? മൊത്തം ഇതുവരെ 16 പേർക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇപ്പൊ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും അതിൽ നമ്പർ ഓഫ് വേക്കൻസീസ് ഇത്ര എന്ന് പറഞ്ഞുണ്ടാവും. ഒരിക്കലും അത് കണ്ട് തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ഇത്രയും വേക്കൻസി അല്ലേ ഉള്ളൂ എന്ന്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷനിൽ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറഞ്ഞ് കിടന്ന എത്രയാണെന്ന് അറിയാമോ? വെറും 2 വേക്കൻസീസ് ആണ്. വെറും 2 വേക്കൻസീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ തന്നെ നിലവിൽ ഒരു വർഷം കഴിയുമ്പം തന്നെ 16 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരിടുന്ന വേക്കൻസി ആയിരിക്കത്തില്ല, പിന്നീട് എക്സ്ട്രാ വേക്കൻസീസ് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അഡ്വൈസ് പോകുന്ന എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ 13 വേക്കൻസി, 16 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഇനി ഒത്തിരി പേർക്ക് പോകും. സോ ഇപ്പൊ തന്നെ അപ്പോൾ ഉദ്ദേശിച്ച് എത്ര പേർക്ക് മാർക്ക് കിട്ടിയവർക്കൊക്കെ അഡ്വൈസ് പോയിട്ടുണ്ടാവും എന്ന് ഉദ്ദേശിക്കാമല്ലോ. 50 to 53 എബോവ് കിട്ടിയവർക്കൊക്കെ ഓൾമോസ്റ്റ് അഡ്വൈസ് പോയിട്ടുണ്ടാവും. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇപ്പൊ ഈ കിടക്കുന്ന ഓർഡറിലല്ല കേട്ടോ അഡ്വൈസ് പോകുന്നത്, റിസർവേഷൻ കാറ്റഗറിയിൽ നിന്ന് എടുത്തായിരിക്കും പോവുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ്. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? ഇത് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ നേരത്തെ ഞാൻ സിലബസ് നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ സിലബസും ഈ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റ് വരാൻ പറ്റത്തില്ലേ? നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ സ്ട്രോങ് ആയിരിക്കും. സപ്പോസ് ചിലർ ഫിസിക്സിൽ സ്ട്രോങ് ആയിരിക്കും, ചിലർ മാത്സിൽ സ്ട്രോങ് ആയിരിക്കും, ചിലർ എന്തെങ്കിലും സ്ട്രോങ് ആയിരിക്കും, കെമിസ്ട്രിയിൽ സ്ട്രോങ് ആയിരിക്കും. ആ സ്ട്രോങ് ആയിരിക്കുന്ന സബ്ജക്റ്റിൽ നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ബാക്കി അടുത്ത് ഇപ്പൊ ഫിസിക്സ് ആണ് സ്ട്രോങ് എന്നുള്ളവർ കെമിസ്ട്രിയും കൂടെ എടുത്ത് പഠിക്കുക, കെമിസ്ട്രി ആണ് സ്ട്രോങ് എന്നുള്ളവർ ഫിസിക്സും കൂടെ എടുത്ത് പഠിക്കുക. അത്തരത്തിൽ സമയമുണ്ടല്ലോ നമ്മുടെ മുന്നിൽ. ഇനി ഏതാണ്ട് ഒരു 6-7 മാസം നമുക്ക് സമയം കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും സമയമെടുത്ത് നന്നായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്താൽ നമുക്കും ഈ ഒരു യൂണിഫോം പോസ്റ്റിലേക്ക് എത്താം. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്ന് പറയുകയാണ് ഈ വീഡിയോ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക എല്ലാവരും, അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ഇതുപോലുള്ള കണ്ടിന്യൂസ് ആയിട്ട് ഇതിന്റെ ഇൻഫർമേഷൻസും ഇനി വേറെ എക്സാംസ് വരുന്നതിന്റെ ഇൻഫർമേഷൻസും എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കൂടെ. താങ്ക് യു.